ഹായ്, ഇന്നത്തെ വീഡിയോ സ്റ്റോക്കുകളെ പറ്റിയിട്ടൊന്നുമല്ല, പകരം ആക്റ്റീവ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു മെത്തേഡിനെ പറ്റി സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ റിസൾട്ടുകൾ വരുന്ന സമയത്ത് ഞാൻ എന്താണ് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ എന്തെങ്കിലും ചേഞ്ചുകളോ കാര്യങ്ങളോ ഒക്കെ വരുത്തുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം തൊട്ട് ആക്റ്റീവ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഡിസിഷൻസും മേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഓരോ റിസൾട്ടുകൾ വരുന്ന സമയത്തും അല്ലെങ്കിൽ സ്റ്റോക്കിനെ പറ്റിയിട്ട് ഓരോ അപ്ഡേറ്റുകൾ വരുന്ന സമയത്തും നമ്മൾ ആ രീതിയിൽ പോർട്ട്ഫോളിയോയിൽ ചേഞ്ചുകൾ വരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിനെയാണ് ഈ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് സീസൺ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. കാരണം ആ സമയത്ത് നമ്മുടെ സ്റ്റോക്കുകളിലൊക്കെ ഒരുപാട് അപ്ഡേറ്റുകളും ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ചില സ്റ്റോക്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്യും, ചില സ്റ്റോക്കുകൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും പെർഫോം ചെയ്തില്ല എന്ന് വരും. ആ ഒരു സമയത്ത് നമ്മൾ ക്വിക്കായിട്ട് നമ്മുടെ ഡിസിഷൻസ് മേക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സ്റ്റോക്കുകളിൽ എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്യേണ്ടതാണെങ്കിലും അല്ലെങ്കിൽ ആ സ്റ്റോക്കുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് ഡിസിഷൻസ് മേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ചില സമയത്ത് നമുക്ക് സ്റ്റോക്കുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞാൽ ആ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ സ്റ്റോക്കുകൾ ചിലപ്പോൾ നമുക്ക് 20-30% ഒക്കെ ലോസ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വന്നെന്നിരിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ ക്വിക്കായിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ പോർട്ട്ഫോളിയോ സ്റ്റോക്കുകളിൽ റിസൾട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചുകളാണ് വരുന്നത് എന്നുള്ള കാര്യമാണ്. നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു 3 കാര്യങ്ങളാണ് ശരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഒന്നെങ്കിൽ നമ്മുടെ സ്റ്റോക്കുകൾ നമ്മൾ ഉദ്ദേശിച്ചതിനെ കഴിഞ്ഞ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ പെർഫോം ചെയ്യാതെ വളരെ മോശമായിട്ട് പെർഫോം ചെയ്യാം, അതല്ലാതെ നോർമലായിട്ട് ആ ഒരു പറഞ്ഞൊരു ഗൈഡൻസിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് ശകലം മുകളിലും താഴെയൊക്കെ ആയിട്ടൊക്കെ തന്നെ പെർഫോം ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു 3 സിനാരിയോ ഉള്ളൂ സംഭവിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ സ്റ്റോക്കുകളിൽ നമ്മൾ ഉദ്ദേശിച്ചതിന് മുകളിൽ പെർഫോം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു കമ്പനി ഗൈഡ് ചെയ്തത് ഈ പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തായിരിക്കണം. മിക്കവാറും ഒരുപാട് മാനേജ്മെന്റുകൾ ഈ രീതിയിൽ അവരുടെ ടാർഗറ്റുകളും അല്ലെങ്കിൽ ഏകദേശം റവന്യൂവിന്റെ ഗൈഡൻസും അവർ എത്ര പെർസെൻറ്റേജ് ആണ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്, മാർജിൻസ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അടുത്ത ഒരു 2-3 വർഷത്തിന് അവരെന്താണ്, അല്ലെങ്കിൽ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത കമ്പനിയാണെങ്കിൽ സ്റ്റോർ ഓപ്പണിങ്ങിന്റെ റേറ്റ് എത്രയായിരിക്കും, ആ രീതിയിൽ കുറെ ഗൈഡൻസുകൾ നമുക്ക് മിക്കവാറും മാനേജ്മെന്റ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്ന ഗൈഡൻസ്, അതല്ലാതെ നമ്മൾ തേർഡ് പാർട്ടി വെബ്സൈറ്റുകളൊന്നും ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി കൂട്ടുന്നതിനെ പറ്റിയിട്ടല്ല നമ്മളോട് സംസാരിക്കുന്നത്. കൃത്യമായിട്ട് മാനേജ്മെന്റ് പറയുന്ന ഗൈഡൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിനുശേഷം ചില കമ്പനികളിൽ കൃത്യമായിട്ട് ഇങ്ങനെ അവർ ഗൈഡൻസ് കൃത്യമായിട്ട് പറഞ്ഞെന്ന് വരില്ല, പക്ഷെ അവരുടെ സംസാരത്തിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത്രയാണ് അവർ ഉദ്ദേശിക്കുന്ന അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗൈഡൻസ് ഒന്നും പറയാത്തതിനെ പറ്റി ഒന്നും സംസാരിക്കാത്ത മാനേജ്മെന്റുകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും നടത്താത്ത കമ്പനികളുമുണ്ട്. അവിടെ നമ്മൾ അവരുടെ കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ് ആണ് നോക്കുന്നത്. ആ കമ്പനി ഇത്രയും നാൾ എങ്ങനെയാണ് പെർഫോം ചെയ്തിരുന്നത് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതേ ഒരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും നമ്മളവിടെ ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് ഈ പറഞ്ഞിരിക്കുന്നതിനെ കഴിഞ്ഞ് മുകളിലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ 40% ഗൈഡ് ചെയ്തിരിക്കുന്നു, അതിന് മുകളിൽ 60-70%ൊക്കെയാണ് ഗ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്റ്റോക്കുകളിൽ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേറെ എവിടെയെങ്കിലും ഫണ്ടുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഈ കമ്പനികളിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഇത്ര പെർസെൻറ്റേജ് എന്ന് വെച്ചിട്ടല്ല, നമ്മുടെ ഓരോ പോർട്ട്ഫോളിയോയിൽ എത്ര അലോക്കേഷൻസ് ഉണ്ട് ആ സ്റ്റോക്കുകൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ അതിനകത്തോട്ട് സ്റ്റോക്കുകളിലേക്ക് കൂടുതൽ ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്റ്റോക്കിൽ പരമാവധി ഒരു 15% മുകളിലേക്കൊന്നും ഞാൻ കൊണ്ടുപോകാറില്ല. എൻ്റെ ഏറ്റവും കൂടുതൽ അലോക്കേഷൻ ഉള്ള സ്റ്റോക്കിലാണെങ്കിൽ പിന്നെ 15% മുകളിലേക്ക് കൊണ്ടുപോകാറില്ല. ചില സമയത്ത് സ്റ്റോക്ക് പെർഫോം ചെയ്തതിന്റെ പരമായിട്ട് ഇപ്പം ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഡബിൾ ആവുകയാണെങ്കിൽ, ഒരു 10% ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനി ഡബിൾ ആവുകയാണെങ്കിൽ അത് അറൗണ്ട് ഒരു 18-19% എത്തിയേക്കാം. അപ്പോൾ അത് അങ്ങനെ എത്തുന്നതിനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു 15% മുകളിൽ അലോക്കേഷൻ പോർട്ട്ഫോളിയോയുടെ വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് എക്സ്ട്രാ അങ്ങനെ ആഡ് ചെയ്യാറില്ല. അതല്ലാത്ത കമ്പനികളിലെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ആ കമ്പനികളിലേക്ക് ആഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സിനാരിയോ എന്താണെന്ന് നോക്കിയാൽ, കമ്പനി നമ്മൾ ഉദ്ദേശിച്ച പോലെ പെർഫോം ചെയ്തില്ല, അതായത് ഒരു 40% ഗൈഡ് ചെയ്തതിന് ശേഷം കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ ഒരു 10% സെയിൽസ് ഗ്രോത്തും അതേപോലെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒന്നും കിട്ടാതെ ഒരു പാർട്ടി ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5% ഒക്കെ ആണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന ഒരു 40% പെർഫോമൻസ് വളരെ മോശമായി പോവുകയും ചെയ്തു. ഇതാണ് നമുക്ക് ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളത്, ഈ സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യണോ അതോ സെല്ല് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സെല്ല് ചെയ്ത് ഒഴിവാക്കണോ, അല്ലെങ്കിൽ ഇതിലേക്ക് പിന്നെയും ഫണ്ട് ആഡ് ചെയ്യണോ, ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ് വരാം. ആ സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ എന്താണോ ഗൈഡ് ചെയ്തിരിക്കുന്നത് അതിന് താഴെയാണ് അല്ലെങ്കിൽ അതിൽ നല്ല ഡിഫറൻസിലാണ് പെർഫോമൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് എൻ്റെ കയ്യിൽ അലോക്കേഷൻസ് ഉള്ള കമ്പനികളല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉള്ളത് അധികം വലിയ എമൗണ്ട് കട്ട് ചെയ്യാതെ, അതല്ല ഒരു 4-5% മുകളിൽ അലോക്കേഷൻസ് ഉള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ ഒരു 20-30% ഞാൻ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യും ആ സ്റ്റോക്കുകളിൽ നിന്ന്. കാരണം പെർഫോമൻസ് ഇത്രയും ഡൗൺ ആയി പോകുന്ന സമയത്ത് അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യും. 1-2 ദിവസം എടുക്കും മാനേജ്മെന്റ് കമന്ററിയൊക്കെ നമുക്ക് അറിയാനായിട്ട്. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ഡിസിഷൻ ആയിട്ട് തോന്നുന്നില്ല. കാരണം മാനേജ്മെന്റിന്റെ കമന്ററിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ വന്നിട്ട് പറയാൻ പോകുന്നത് ഇതൊരു 1 ടൈം ഇവന്റ് ആണ്, അടുത്ത ക്വാർട്ടറിലൊക്കെ ഇത് തിരിച്ച് റിക്കവർ ആവും, തിരിച്ച് അതേപോലെ തന്നെ കയറും എന്നൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ അതിൽ ഗൈഡൻസ് 40%ലേക്ക് തന്നെ ഇവരുടെ പെർഫോമൻസ് എത്തുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഈ പറഞ്ഞ 20-30% കട്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ഞാൻ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യും. അതിനുശേഷം അടുത്ത ക്വാർട്ടറിലെ പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ഒരു സമയത്ത് അവർ വീണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ എക്സ്ട്രാ ഫണ്ട് ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യുക തന്നെ ചെയ്യും. അതല്ല അവരവിടെ അന്നേരം പെർഫോം ചെയ്യുന്നില്ല, ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ തിരിച്ച് റിക്കവർ ആയി വരുന്നില്ല, 40%ലേക്കൊന്നും എത്തുന്നില്ല, പിന്നെയും ഈ 10 അല്ലെങ്കിൽ 15%ലേക്ക് തന്നെ നിൽക്കുകയാണ്, അതുപോലെ തന്നെ പാർട്ട് ഗ്രോത്ത് കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൽ നിന്ന് ഒരുപക്ഷെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ചിലപ്പോൾ ഒരു 10-20% റിമൈൻ അവിടെ കീപ്പ് ചെയ്തേക്കാം. അതല്ലാതെ ബാക്കിയുള്ള പോർഷൻസ് എന്തായാലും അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ് ചെയ്യാറ്. ഇതെല്ലാം ഓരോ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ നമ്മൾ ഫണ്ടുകൾ ആഡ് ചെയ്യും. അതല്ല മോശമായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ പരമാവധി നമ്മൾ അതിന് എക്സിറ്റ് ചെയ്ത് ഒഴിവാനാണ് ശ്രമിക്കുക. അതിനകത്ത് പല നമ്മുടെ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അതിനകത്ത് വരാം. ചിലപ്പോൾ ആ ഒരു സെക്ടറിൽ മൊത്തത്തിൽ ഗ്രോത്ത് വന്നിട്ട് നമ്മുടെ കമ്പനി മാത്രം താഴെ പോയതായിരിക്കാം. അങ്ങനെയാണ് നമ്മൾ അതിന്റെ കൃത്യമായിട്ടുള്ള കാരണം പറയണം. അപ്പോൾ അതിൽ ഈ കമ്പനിയെ മാത്രം അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് അങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. അതേസമയത്ത് സെയിം ടൈമിൽ ആ ഒരു സെക്ടറിൽ മൊത്തത്തിൽ വൺ ടൈം ഇവന്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു, അത് അടുത്ത ക്വാർട്ടർ തൊട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഹോൾഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആ സമയത്ത് ഞാനത് അതിൽ കുറച്ച് എമൗണ്ടെങ്കിലും കട്ട് ചെയ്തതിന് ശേഷമേ ഹോൾഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കേണ്ട ഡിസിഷൻസാണ്. കട്ട് ചെയ്യുക, എത്ര കട്ട് ചെയ്യണം, എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇതിൻ്റെ ഒരു മീഡിയം ലെവലിൽ പെർഫോം ചെയ്യുന്ന കമ്പനികളുണ്ടല്ലോ, അതായത് പറഞ്ഞ ഗൈഡൻസിനനുസരിച്ച് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഒരു 5%, 10% മുകളിൽ, അല്ലെങ്കിൽ 5%, 10% താഴെയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളിൽ ചിലപ്പോൾ ആടിയും ചിലപ്പോൾ ആടിയില്ല. എങ്കിലും നമുക്ക് ഓൾറെഡി കുറെ കമ്പനികളുണ്ടാവും നമ്മുടെ ഗൈഡൻസിനെ കഴിഞ്ഞ് മുകളിൽ പെർഫോം ചെയ്യുന്നത്. സോ അവരിൽ നമ്മൾ ആഡ് ചെയ്തതിനു ശേഷം ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ടൊന്നും നമ്മുടെ ചിലപ്പോൾ ക്യാപിറ്റൽ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ആ കമ്പനികൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുകയും ചെയ്യും. മെയിനായിട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിൽ ക്യാപിറ്റലിൽ ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കും, മോശമായിട്ട് പെർഫോം ചെയ്യുന്നതിനകത്തുനിന്ന് എക്സിറ്റ് ചെയ്യും. ഈ എക്സിറ്റ് ചെയ്യുന്നതിനകത്തും ആഡ് ചെയ്യുന്നതിനകത്തും വേറെ കാര്യങ്ങളൊന്നും നോക്കാറില്ല. അതായത് സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ ഇപ്പം ആഡ് ചെയ്യുമ്പോഴത്തേനല്ല എല്ലാവർക്കും ഈ കൺഫ്യൂഷൻ വരാൻ സാധ്യത. അതായത് മിക്കവാറും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. പ്രത്യേകിച്ച് റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് അത് മുകളിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നല്ല റിസൾട്ട് കൂടെ ആണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ മാർക്കറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റോക്കുകൾ മുകളിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകളിൽ ഫണ്ട് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സ്റ്റോക്ക് താഴേക്ക് പോകുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു 100 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് 110 പോയിട്ട് 105 വന്നു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാൻ ആർക്കും പ്രശ്നമില്ല. പക്ഷേ ഈ 100 രൂപയുള്ള സ്റ്റോക്ക് 110 പോകുന്ന സമയത്ത് ഈ 105 എത്തുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. 110 പോയിട്ട് തിരിച്ച് 105 വന്നാലായിരിക്കും എല്ലാവർക്കും ആഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. എനിക്ക് നേരത്തെ അങ്ങനെയൊക്കെയായിരുന്നു. അതായത് സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകുമ്പോൾ നമുക്കൊരു പേടിയാണ്, ഇത് മുകളിലെത്തിയോ, നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ശകലം താഴ്ത്തു പോയാൽ തന്നെ നമ്മൾ ലോസിലായി പോകില്ല എന്നൊക്കെ. ആ ഒരു കൺഫ്യൂഷൻസ് ഒന്നും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. നമുക്ക് എപ്പോഴും വാല്യുവേഷൻസ് മാത്രമേ നമ്മുടെ ഒരു കണ്ടീഷനായിട്ട് വരാൻ പാടുള്ളൂ. അല്ലാതെ ഈ ചാർട്ടിൽ നമ്മളിങ്ങനെ നോക്കുന്നതോടുള്ള പ്രശ്നമാണിത്. ആ ചാർട്ടിനോട് അത്ര അറ്റാച്ച്ഡ് ആവാതിരിക്കുക. ചാർട്ട് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ ചാർട്ട് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മളെ അഫക്ട് ചെയ്യാതിരുന്നാൽ മതി. ആ സമയത്ത് നമ്മൾ വാല്യുവേഷൻസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കൃത്യം വാല്യുവേഷൻസിലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ വാല്യുവേഷൻസ് ഓക്കെ ആണെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ക്രൈറ്റീരിയ ആവാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് താഴെയാണ് കിടക്കുന്നത്, മുകളിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണോ നിൽക്കുന്നത് എന്നുള്ളതൊന്നും അവിടെ ഒരു ക്രൈറ്റീരിയ അല്ല. വാല്യുവേഷൻസ് കറക്റ്റ് ആണ്, നമുക്ക് അതിൽ നല്ല ഗ്രൂത്ത് കിട്ടുന്നുണ്ട്, പെഗ് റേഷ്യോ ഒക്കെ നമുക്ക് അനുകൂലമാണ്. ആ രീതിയിൽ അങ്ങനെയാണല്ലോ നമ്മൾ നല്ല സ്റ്റോക്കാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഡിസൈഡ് ചെയ്തതിന് ശേഷം പിന്നെ ചാർട്ടിൽ എന്തെങ്കിലും പാറ്റേൺസ് നോക്കിയിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് കയറി പോകുന്നുണ്ടോ, താഴോട്ടാണോ എന്ന് നോക്കിയിട്ടൊന്നും ഞാൻ അങ്ങനെ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഹോൾഡ് ചെയ്യാറില്ല. നന്നായിട്ട് പെർഫോം ചെയ്യുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് അതിനകത്ത് ആഡ് ചെയ്തിരിക്കും. അത് മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കും. എക്സിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്രൈറ്റീരിയ. ഫുള്ളായിട്ട് എക്സിറ്റ് ചെയ്യുക, പാർഷ്യലായിട്ട് എക്സിറ്റ് ചെയ്യുക, അത് നമ്മുടെ അന്നേരത്തെ ഒരു സ്റ്റോക്കിനനുസരിച്ച് നമ്മൾ ഡിസിഷൻസ് മേക്ക് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം ഇത് എല്ലാ റിസൾട്ട് സീസണിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെയാണ് നമ്മൾ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ആക്റ്റീവായിട്ട് സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യുക, ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ക്വിക്കായിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഈ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനേക്കഴിഞ്ഞ് കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട് മാർക്കറ്റിൽ. ഞാനിങ്ങനെയാണ് ആക്റ്റീവായിട്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ കുറച്ച് നാളത്തേന്, ഇത്ര നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യും, അതല്ലെങ്കിൽ ഇത്ര ലെവൽ വരെ പോവുകയാണെന്നെങ്കിൽ 50% റിട്ടേൺ തരുവാണെങ്കിൽ എക്സിറ്റ് ചെയ്യും. ആ ഒരു രീതിയിലുള്ള ക്രൈറ്റീരിയസ് വെച്ചിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നിടത്തോളം കാലം ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം സ്റ്റോക്കിന്റെ പെർഫോമൻസ് മോശമാവുന്ന സമയത്ത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത ഗൈഡൻസിനനുസരിച്ചിട്ട് സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നില്ല എന്ന് വരുന്ന സിറ്റുവേഷനിൽ അത് എക്സിറ്റ് ചെയ്ത് ഒഴിവാകുകയാണ് ചെയ്യുന്നത്. അവിടെ ഈ വാല്യുവേഷൻസിന്റെ ക്രൈറ്റീരിയസ് അധികം നോക്കാറില്ല, അതേപോലെ തന്നെ സ്റ്റോക്കിന്റെ ചാർട്ട് പാറ്റേൺ അധികം നോക്കാറില്ല. നമ്മൾ എന്തെങ്കിലും ഫിക്സ്ഡ് ആയിട്ടുള്ള സമയത്തിന്റെയോ അല്ലെങ്കിൽ പ്രൈസിന്റെയോ ടാർഗറ്റ്, അല്ലെങ്കിൽ 1 വർഷത്തേന് ഞാൻ ഹോൾഡ് ചെയ്യും, 5 വർഷത്തേന് ഹോൾഡ് ചെയ്യും, അങ്ങനത്തെ ഒരു പ്രൈസ് ടൈമിന്റെ ടാർഗറ്റ് ഇല്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ 50%, 100% റിട്ടേൺ എന്നുള്ള അങ്ങനത്തെ ഒരു ടാർഗറ്റും വെക്കാറില്ല. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വെക്കാതെ സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നിടത്തോളം കാലം ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതും ഹൈ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് മൊത്തത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ആക്റ്റീവായിട്ട് വരുന്ന കമ്പനികളുടെ എല്ലാ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റുകളൊക്കെ അടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം.